അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ റമദാൻ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കടല വെച്ചിട്ട് ഒരു അടിപൊളി റോസ്റ്റാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അതെങ്ങനെ ചെയ്യുന്നതെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകൂടാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് കണ്ടിട്ട് വന്നാലോ. അതിനെ നമ്മൾ ആദ്യം തന്നെ ഒരു അടിക്കട്ടിയുള്ള പാത്രം എടുക്കണം. ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ 3 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാൻ നോക്കുക. വെളിച്ചെണ്ണ ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടി നമുക്ക് റോസ്റ്റിന് ടേസ്റ്റ് കിട്ടും. ഇനി നമ്മളതിലേക്ക് കൊപ്ര ഉണ്ടല്ലോ, ചെറുതായിട്ട് അരിഞ്ഞ കൊപ്ര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഒരു ബ്രൗൺ കളറായി വരുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുന്നത്. 3 സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. നമുക്ക് പെട്ടെന്നൊന്ന് ഇട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് സവാള വഴറ്റിയെടുക്കാം. സവാള നമ്മൾ നന്നായി ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് പേസ്റ്റ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, കുഴപ്പമില്ല കേട്ടോ. നമ്മളിത് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും ആ ഒരു സവാളയായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എല്ലാം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് തന്നെ 2 തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളിയും കൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടുണ്ടെങ്കിൽ പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1.5 സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, പിന്നെ 1/4 ടീസ്പൂൺ നമ്മൾ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നവരെ, എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇത് വഴറ്റിയിട്ടെടുക്കാം. എണ്ണയെല്ലാം തെളിഞ്ഞ് ആ ഒരു പരുവായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഉപ്പിട്ട് വേവിച്ച് നമ്മുടെ 5 വിസിൽ കേൾപ്പിച്ചിട്ടുള്ള കടല ഇതിലേക്ക് വെള്ളത്തോടു കൂടി തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒഴിച്ചു കൊടുത്ത ശേഷം ആ അരപ്പുമായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിതൊന്ന് ഡ്രൈ ആക്കി കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് അതൊന്ന് ഡ്രൈ ആവുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്ന നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. ഒന്ന് ചേർത്ത് കൊടുത്ത് നമുക്ക് ഒന്ന് ഇളക്കി വരുന്ന സമയത്ത് ആ ഒരു സമയത്ത് ഒരു അടിപൊളി മണം വരും. നമ്മുടെ ഈ ഒരു റോസ്റ്റിൻ്റെ സീക്രട്ട് ആയിട്ടുള്ള ഒരു ഐറ്റംസ് വേണമെങ്കിൽ നമുക്ക് പറയാം. അടിപൊളിയാണ്. ഈ ഒരു സമയത്ത് ഇതും കൂടി ചേർത്തും കൂടി കഴിയുമ്പോഴാണ് നമ്മുടെ ഈ ഒരു റെസിപ്പി പെർഫെക്റ്റ് ആകുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് മല്ലിച്ചപ്പോ എന്താണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഇവിടെ കടല റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്.